അപ്പോൾ അതേ നമ്മുടെ സ്കൂൾ തുറന്ന് സ്കൂളിലോട്ട് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നിങ്ങളെല്ലാവരും അല്ലേ? യെസ്, അപ്പോൾ അതേ സ്കൂൾ തുറക്കുമോ സ്കൂൾ തുറക്കില്ലേ, മഴ പെയ്യുമോ മഴ പെയ്യില്ലേ, വെള്ളം പൊങ്ങുമോ വെള്ളം പൊങ്ങില്ലേ, അങ്ങനെ ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. പക്ഷേ എന്തായാലും 8ാം ക്ലാസ്സിൻ്റെ ഓണപരീക്ഷ നിങ്ങൾ എഴുതേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ തുറക്കുന്നത് ലേറ്റ് ആയാലും ഇല്ലെങ്കിലും അല്ലേ, ഏകദേശം എന്ത് ചെയ്യണം, എക്സാംസ് എഴുതണം. കൃത്യമായിട്ട് നമ്മൾ 8ാം ക്ലാസ് പഠിച്ചേ പറ്റുള്ളൂ, 8ാം ക്ലാസ് പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ. അപ്പം 8ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കുറേ അധികം ആളുകളെ സംബന്ധിച്ച് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണ്, ചിലരെ സംബന്ധിച്ച് പുതിയൊരു സ്കൂളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ പുതിയ സ്കൂളാ, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും കുറേ ആൾക്കാരെ സംബന്ധിച്ച് ടെൻഷൻ ആയിരിക്കും. ഇനി ശരിയാകോ, ഞാൻ 7ാം ക്ലാസ് വരെ അടിപൊളിയായിട്ട് ഇവിടെ പഠിച്ചതാണ്, 8ാം ക്ലാസ് ഇനി എനിക്ക് സെറ്റ് ആകുമോ എന്നൊക്കെ ആകെ കൺഫ്യൂഷനായിരിക്കും. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോടൊക്കെ എന്ത് ചെയ്യും, അങ്ങ് സെറ്റ് ആകും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ സ്കൂൾ തുറക്കാറായി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ പഠനത്തിലോട്ടൊന്ന് തിരിച്ചു വരേണ്ട സമയമായി. വെക്കേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു അല്ലേ? അപ്പോൾ കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലേ? അതായത് പുതിയ പുസ്തകമൊക്കെ എടുത്ത ഈ വർഷമെങ്കിലും എനിക്ക് വൃത്തിയായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, കൃത്യമായിട്ട് എനിക്കൊരു ടൈം ടേബിൾ വേണം. ആദ്യം തൊട്ട് എല്ലാ ദിവസവും ഇത്ര സമയം ഞാൻ പഠിക്കും, ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോകും, ഞാൻ വീട്ടിൽ വന്ന് റിവൈസ് ചെയ്ത് പഠിക്കും, ഞാൻ സ്കൂളിൽ ചെന്ന് കറക്റ്റായിട്ട് ക്ലാസ് കേൾക്കും. അങ്ങനെയൊക്കെ കുറേ അധികം ആഗ്രഹം കുറേ അധികം കുട്ടികളിലേക്ക് കാണും. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുണ്ട്, പക്ഷേ ആകെ മടിയാണ് അല്ലേ? മിസ് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല അല്ലേ? കൃത്യമായിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റുമോ ഇല്ല, ഇപ്പോഴും ആ തണുപ്പത്തെ മഴയത്ത് മൂടി പൊതിച്ച് കിടക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. പക്ഷേ എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അല്ലേ? യെസ്, അപ്പോൾ ഈ മടിയൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്യണം, പഠനത്തിലോട്ട് തിരിച്ചു വരണം. അപ്പോൾ ആദ്യമേ തൊട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പഠനം വലിയ ബേർഡനൊന്നും അല്ല. എല്ലാ ദിവസവും കുറച്ച് പോർഷൻ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ആദ്യം തൊട്ടൊരു പ്ലാനിങ്ങോട് കൂടി പഠിച്ച് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 8ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം പുസ്തകമൊന്നും മാറുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ എന്ത് പഠിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, കാരണം നമുക്ക് പുസ്തകമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമേ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോകാം. അപ്പോൾ എങ്ങനെ സോഷ്യൽ സയൻസ് പഠിക്കണമെന്ന കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് തരാനായിട്ട് എജുപോർട്ട് ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാപ്റ്റേഴ്സ് പുസ്തകമൊക്കെ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലർ സോഷ്യൽ സയൻസിൽ പുസ്തകമേ കണ്ടിട്ടില്ല. സോഷ്യൽ സയൻസ് ഒരു വിഷയം ഉണ്ടോ ഇല്ലയോ എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ സയൻസ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ നമുക്ക് പഠിക്കാനുള്ള ഏർലി ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഏർലി ഹ്യൂമൻ ലൈഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ തണുപ്പത്ത് ആ മഴയത്ത് അങ്ങനെ മൂടി പൊതിച്ചൊക്കെ കിടക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്ത് ഗുഹകളിലൊക്കെ താമസിച്ച മനുഷ്യരുണ്ടായിരുന്നു ആദ്യകാലത്ത്, അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഏർലി ഹ്യൂമൻ ലൈഫിൽ പഠിക്കുന്നത്. ദെൻ അതിനുശേഷം റിവർ വാലി സിവിലൈസേഷൻ, അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്റർ റിവർ വാലി സിവിലൈസേഷൻ. അത് ഇന്ന് നമ്മൾ ലോകത്ത് ഇത്ര അധികം ഡെവലപ്ഡ് ആയെങ്കിൽ അതിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്ര വണ്ടർഫുൾ ആയിട്ട് ലോകം മാറിയത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് റിവർ വാലി സിവിലൈസേഷൻ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്. ഓക്കെ, നമ്മുടെ ജോഗ്രഫി ടെക്സ്റ്റിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ്. എന്ത് ചെയ്തു, നമുക്ക് എർത്തിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡെപ്തായിട്ട് നമ്മുടെ എർത്തിന് ഉള്ളിലുള്ള കുറേ സീക്രട്സ്, കുറേ രഹസ്യങ്ങളെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അത് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ എർത്തിനകത്തുള്ള കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എർത്തിനെ കുറിച്ച് ജോഗ്രഫിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. ദെൻ ഫോർത്ത് ചാപ്റ്റർ നമ്മുടെ അവർ ഗവൺമെൻറ്. എന്തിനാണ് നമ്മുടെ ഈ ഗവൺമെൻറ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. ബേസിക്കലി അല്ലെ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് ഓണപരീക്ഷയ്ക്ക് നമുക്ക് സോഷ്യൽ സയൻസിന് വരാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യമേ പറയുകയാണ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ ആദ്യം തൊട്ടങ്ങ് പഠിക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് വരുന്നത്. പക്ഷേ പഠിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഒരു ബേർഡനായിട്ട് മാറും. കാരണം 7ാം ക്ലാസ്സിലെ പോലെയല്ല, 8ാം ക്ലാസ്സിൽ കയറുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കേണ്ട വേണ്ട ട്രിക്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എജുപോർട്ട് റെഡിയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്, കൃത്യമായിട്ട് നമുക്കൊരു പ്ലാനിങ് വേണം. ഓക്കെ, എന്ത് വേണം, കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണം. യെസ്, അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ എല്ലാ വർഷവും കൃത്യമായിട്ട് പ്ലാനിങ് നടത്താറുണ്ട്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് പ്രവർത്തിക്കണം അല്ലേ, ചെയ്യാൻ റെഡി ആകണം. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ റെഡി ആവുക. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി കളികളെല്ലാം മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റഡി ചെയ്യാൻ റെഡി ആവുകയാണ്. യെസ്, അപ്പോൾ പ്ലാനിങ് കഴിഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങളും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, ആക്ഷൻ, നമ്മൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, യെസ്, പെൻ വരൂ. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷനിലോട്ട് കിടക്കുകയാണ്. യെസ്, അപ്പം നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാനിങ് കൃത്യമായിട്ട് തരാൻ എജുപോർട്ട് ഇവിടെ റെഡിയാണ്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി പ്ലാനുമായിട്ട് കൃത്യം ജൂൺ 4-ാം തീയതി, ഓക്കെ, ജൂൺ 4-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഒരു ദിവസം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഒരു സബ്ജക്റ്റിൽ എത്ര പോർഷൻ പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഈ വർഷത്തിന് വേണ്ടിയുള്ള പ്ലാൻ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈവുകൾ പോകുന്നത്, ഏത് സബ്ജക്റ്റ് ആയിരിക്കും പോകുന്നത്, കംപ്ലീറ്റ് പ്ലാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജൂൺ 4-ാം തീയതി കൃത്യം എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, പറയുക അതെ നമ്മുടെ എജുപോർട്ട് വേണ്ട സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ടെന്ന കാര്യം അവരെ കൂടി അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് തുടങ്ങുകയാണ്, നമ്മളെപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പഠനം വളരെ സിമ്പിളായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓരോ വീഡിയോസും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കവിടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എല്ലാ കാര്യവും കൃത്യമായിട്ട് ആദ്യം മുതൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇൻട്രസ്റ്റിങ്ങോട് കൂടി, ഓക്കെ, വളരെ ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇതേ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനുമായി ജൂൺ 5-ാം തീയതി എജുപോർട്ട് എത്തുന്നു. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് കൃത്യം ജൂൺ 5 മുതൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. ജൂൺ 4 നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കും. അപ്പോൾ ജൂൺ 4 കൃത്യം സ്റ്റഡി പ്ലാൻ എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഓടിയെത്തുക. ഓക്കെ, താങ്ക് യു.